ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞിനെ കിട്ടാത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുകയാണ് അർച്ചന. കമലയും മാഷും ആതിരയും സേതുമാധവനും എല്ലാം അർച്ചനയുടെ അടുത്തുണ്ട്. അവരെല്ലാം അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും എന്റെ മോള് പോയി എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ തന്നെയാണ് അർച്ചന. ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് അവന്തിക. മാഷും അർച്ചനയുടെ ഈ അവസ്ഥയിൽ വിഷമിക്കുന്നത് കണ്ട് സേതു മാഷിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ശേഷം കാണിക്കുന്നത് സച്ചിയും കാർത്തിക്കും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നു. ഓർഫനേജിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവർ ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു എന്ന് കാർത്തിക് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അർച്ചന കുറച്ച് ഇമോഷണൽ ആയിപ്പോയി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. CWCയും പോലീസും വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. കുട്ടികളുടെ കെയറിങ് ഓർഫനേജിനാണെങ്കിലും പ്രൊട്ടക്ഷൻ പോലീസിനാണ്. അർച്ചനയെ പോലീസ് ഇനിയും അറസ്റ്റ് ചെയ്യുമോ എന്ന് സച്ചി ചോദിക്കുന്നു. CA ഇക്ബാലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആ ACP സഹീറ തങ്ങളുടെ കാര്യം അറിയാമല്ലോ. അവർ കയറി ഇടപെട്ടാൽ കാര്യങ്ങളൊക്കെ വഷളാകുമെന്ന് കാർത്തിക് പറയുന്നു. ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നിയമപരമായി ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാ. ആ കാര്യത്തിൽ കാർത്തിക്കിനെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ കാർത്തിക് പറയുന്നു, ഞാൻ അന്വേഷിച്ചു, പക്ഷെ അത് നടക്കില്ല. അർച്ചനയാണ് കുഞ്ഞിനെ ഇത്രയും ദിവസം വളർത്തിയതെന്ന് ഓർഫനേജിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. ആ വിദേശത്ത് നിന്ന് വന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള പോലീസ് ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. ACP സഹീറ തങ്ങളാണ് അത് കൊടുത്തത്. അതുകൊണ്ട് കുട്ടിയെ ഇനി തിരിച്ചു കിട്ടുക എന്നുള്ളത് സാധിക്കാത്ത കാര്യമാണ് എന്ന് കാർത്തിക് പറയുന്നു. അർച്ചനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്ന് സച്ചി. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്. അത് മാത്രമല്ല, ഞാൻ ഇതിൽ ഇടപെട്ടു എന്നറിഞ്ഞാൽ ആ സഹീറ ഇതിൽ ഇടങ്കോലിടുകയും ചെയ്യും എന്ന് കാർത്തിക് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്നാലും പോലീസിൽ കാർത്തിക്കിന് ബന്ധങ്ങളില്ലേ എന്ന്. ബന്ധങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് അതൊന്നും വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല എന്ന് കാർത്തിക് പറയുന്നു. അർച്ചന ഒരു ഡിപ്രഷനിലേക്ക് പോകുമോന്നാ എപ്പോഴത്തെ എന്റെ സംശയം. അമ്മയാകാൻ പറ്റാത്തതിന്റെ വിഷമം സഹിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവം ഈ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത്. ഇത്രയും ദിവസം കൊണ്ട് ആ കുഞ്ഞ് അവളുടെ സ്വന്തം കുഞ്ഞായി മാറി. അർച്ചന മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അർച്ചനയുടെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവളെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഞാനും സ്നേഹിച്ചു തുടങ്ങിയതാ എന്ന് സച്ചി പറയുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, സച്ചി വിഷമിക്കാതിരിക്കാം. അർച്ചനയോടും ധൈര്യം കൈവിടാതിരിക്കാൻ പറയുക. എന്റെ ബന്ധങ്ങളൊക്കെ വെച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. എന്നാലും അമിത പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം നിയമം ഒരു കുരുക്കാണ്. ഒരു ദയയുമില്ല ആരോടും എന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൃഷ്ണ, എന്റെ ദുഃഖം നീ അറിയുന്നില്ലേ? എന്റെ സങ്കടം കണ്ട് നീ ചിരിക്കുവാണോ? ആ കുഞ്ഞിന്റെ പേരിൽ എനിക്ക് ഒരു അവകാശവുമില്ലേ? അവളെ എനിക്ക് അങ്ങ് തിരിച്ചു തന്നൂടെ എന്റെ കണ്ണ എന്ന് അർച്ചന പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അത് കേൾക്കുന്നത് മുകളിൽ നിന്നാണ്. ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഓടി ചെല്ലുകയാണ് അർച്ചന. എന്നാൽ അവന്തിക അവിടെ ഫോണിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ റെക്കോർഡ് ചെയ്ത് ഓണാക്കി വെച്ചതായിരുന്നു അത്. അർച്ചന വളരെ പ്രതീക്ഷയോടെ ഓടി വരുമ്പോൾ ഇതാണ് കാണുന്നത്. ഇത് കണ്ട് വളരെയധികം സങ്കടമാവുന്നുണ്ട് അർച്ചനയ്ക്ക്. എന്താണ് നിന്റെ കുഞ്ഞ് തിരിച്ചു വന്നെന്ന് നീ വിചാരിച്ചോ? നിനക്ക് വല്ല മെന്റൽ ട്രോമയും വന്നോന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയതാ എന്ന് അവന്തിക അർച്ചനയെ കളിയാക്കി പറയുന്നു. എന്നിട്ട് ഒരു പാവയെ എടുത്ത് പറയുന്നുണ്ട്, ദാ ഇത് കണ്ടോ, ഇനി മുതൽ നിന്റെ കുഞ്ഞിന് പകരം വേണമെങ്കിൽ ഈ പാവക്കുട്ടിയെ നീ എടുത്തോ. ഇതിനെ എടുത്തു വെച്ച് താരാട്ട് പാടുകയോ കൂടെ കിടത്തി ഉറക്കുകയോ വേണമെങ്കിൽ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നീ എത്ര പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അമ്മ വേഷം കെട്ടലൊക്കെ തീർന്നു. ആ ഡ്രൈവറുടെ കുഞ്ഞിനെ നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ദാ ഈ പാവക്കുട്ടിയെ നീ വെച്ചോ കേട്ടോ എന്ന് പറഞ്ഞ് അതിനെ അർച്ചനയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിനെ താലോലിച്ച് വേണമെങ്കിൽ നിന്റെ ആശ തീർത്തോ. അപ്പോൾ ഉടനെ തന്നെ അർച്ചന ആ പാവയെടുത്ത് താഴേക്ക് എറിഞ്ഞു കളയുന്നു. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പരിഹാസത്തിനുള്ള മറുപടി ദൈവം എന്നെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കില്ല. പറഞ്ഞത് ശരിയാ, അത് ഡ്രൈവറുടെ കുഞ്ഞു തന്നെയാ. പക്ഷേ ഞാൻ അവളെ ഇത്രയും ദിവസം വളർത്തിയത് എന്റെ സ്വന്തം കുഞ്ഞായിട്ടാ. ആ സ്നേഹം എന്റെ ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് ഉള്ളിലെങ്കിലും ഒരു അമ്മയുടെ മനസ്സ് വേണം. ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വേണം. ഒരല്പം മനുഷ്യത്വമെങ്കിലും വേണം. ഈ സ്നേഹം എന്ന് പറയുന്നതേ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ഒരു സമയം വരുമ്പോൾ
ഇപ്പോൾ നിങ്ങൾ പരിഹസിക്കുന്ന ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കരയും, കണ്ണീരൊഴുക്കും, യാചിക്കും. കാലം എന്നൊന്നുണ്ട്, അത് നിങ്ങളെ അവിടെ കൊണ്ടുചെന്നെത്തിക്കും. അത് മറക്കാതിരുന്നാൽ നല്ലത് എന്ന് പറയുമ്പോൾ അവന്തിക വളരെ പുച്ഛഭാവത്തിൽ നിന്നിട്ട് അർച്ചനയോട് പറയുന്നു, ആഹാ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ചതാണോ? അതോ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗോ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് അങ്ങനെ ഒരുത്തിയുടെയും സ്നേഹം വേണ്ട. എനിക്ക് ആരെയും സ്നേഹിക്കാനും സൗകര്യമില്ല. എന്റെ വഴി ഞാൻ തീരുമാനിച്ചതാ. നിന്നെ പോലെ ആരുടെയോ കുഞ്ഞിന്റെ വളർത്തമ്മയാകാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ന് നീ ആ കുഞ്ഞിനെ കണ്ടതേ ഒരു അവസാനത്തെ കാഴ്ചയാ. ആ വിദേശ ദമ്പതികൾ ആ കൊച്ചിനെ കൊണ്ട് ഇപ്പോൾ കടല് കടന്ന് പറന്നു കാണും. പിന്നെ നിനക്ക് അതിനെ ഒന്ന് കാണാൻ പോലും കിട്ടില്ല. അപ്പോൾ അർച്ചന പറയുന്നു, കാണാം നമുക്ക്, നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ദൈവമൊന്നും അല്ലല്ലോ. ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ, എനിക്ക് അതിനെ വളർത്താനുള്ള യോഗമുണ്ടെങ്കിൽ ദൈവം എനിക്ക് എന്റെ മോളെ തിരിച്ചു കൊണ്ട് തരും. ഇനി അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് അതിനുള്ള യോഗമില്ലെന്ന് ഞാൻ കരുതിക്കോളാം. ഉടനെ അവന്തിക പറയുന്നു, ആ, എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് കരുതുന്നതാ നല്ലത്. നമുക്ക് കാണാമെന്ന് അർച്ചന പറയുന്നു. അപ്പോൾ അവന്തികയും ആ കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇപ്പോൾ വളരെ വിഷമിച്ച് താഴേക്ക് പോവുകയാണ് അർച്ചന. എന്നിട്ട് ആ എറിഞ്ഞ പാവ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഓർക്കുന്നു. എന്നിട്ട് പിന്നെയും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ കൃഷ്ണ, എന്റെ പ്രാർത്ഥന നീ കേൾക്കില്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. ആതിര ഇത് കണ്ട് അകത്തേക്ക് പോയി സേതുവിനെ വിളിക്കുന്നു. പോലീസുകാർ വന്ന് അർച്ചന എവിടെയെന്ന് ചോദിക്കുന്നു. അകത്തുണ്ട്, എന്താ സാർ കാര്യമെന്ന് സേതു ചോദിക്കുന്നു. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, അർച്ചന ഇന്നലെ ഒരു ഓർഫനേജിൽ പോയി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതിന്റെ പേരിൽ അവൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ സാർ എന്ന് സേതു ചോദിക്കുന്നു. അവർ ഒരു പരാതി തന്നിട്ടുണ്ട്, അർച്ചനയുടെ മൊഴി എടുക്കണം എന്ന് പോലീസുകാർ പറയുന്നു. സാർ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ വളരെ പോസസീവ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സേതു പറയുന്നു. കാര്യങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. വിദേശത്ത് താമസിക്കുന്ന ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇത്രയും നാൾ അർച്ചനയുടെ കയ്യിലായിരുന്നല്ലോ ആ കുഞ്ഞുണ്ടായിരുന്നത്. അതിന്റെ ചില ക്ലാരിഫിക്കേഷൻസ് അർച്ചനയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വേണം. അതിന് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പോലീസുകാർ പറയുന്നു. അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ അവളെ അറസ്റ്റ് ചെയ്യുവാണെന്നാണോ? ഏയ് അല്ല, അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റങ്ങളൊന്നും അർച്ചന ചെയ്തിട്ടില്ല. പക്ഷെ ഈ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ അറിയാവുന്നത് അർച്ചനയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് അർച്ചനയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ACP ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പോലീസുകാർ പറയുന്നു. സേതു അർച്ചനയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ് ആതിരയെ വിടുന്നു. കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ് ആതിര. അപ്പോൾ അവന്തികയും അവിടേക്ക് വരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്ന്. ഞാൻ സംസാരിച്ചോളാം അവരോടെന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് പോകുന്നുണ്ട്. കൂടെ ആതിരയും പോകുന്നു. അപ്പോൾ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ് അവന്തിക. അർച്ചനയോട് പോലീസുകാർ സംസാരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ പോയി മൊഴി എടുക്കാൻ പറ്റൂ, അതുകൊണ്ട് കൂടെ വരണം. ഞങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ACPയുടെ മുന്നിൽ വെച്ച് വേണം മൊഴി നൽകാൻ. അതാ ACP പറയുന്നത് അനുസരിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. ആ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ തന്നെ തിരിച്ചുകൊണ്ട് വിടാമെന്നും അവർ പറയുന്നു. അപ്പോൾ അർച്ചന പറയുന്നു, എല്ലാം ശരിയാണ്, പക്ഷെ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ സച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് അർച്ചന. അങ്ങനെ അർച്ചനയെ പോലീസുകാർ കൊണ്ടുപോകുന്നു. അപ്പോൾ അവന്തിക സേതുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇവള് കാരണം ഈ വീടിന് നല്ല പേരായി. ഓ, ഇടയ്ക്ക് പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അച്ഛൻ അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യും, അല്ലെങ്കിൽ നേരത്തെ പോലെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. മൊഴി എടുക്കാനല്ലേ അവർ കൊണ്ടുപോകുന്നത്, അല്ലാതെ അറസ്റ്റ് ചെയ്തതല്ലല്ലോ എന്ന് ആതിര ചോദിക്കുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവർ അങ്ങനെയൊക്കെ പറയും. കൂട്ടിക്കൊണ്ടുപോയാലും പിടിച്ചുകൊണ്ടുപോയാലും അറസ്റ്റ് തന്നെയാണെന്ന് അവന്തിക പറയുമ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുകയാണ് സേതുവും ആതിരയും. സ്നേഹ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സേതു അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് സ്നേഹ വരുന്നു. എന്റെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ നാണക്കേടായിരുന്നല്ലോ, ഇതിനൊരു നാണക്കേടുമില്ലേ അച്ഛാ? എന്തായാലും ഈ വീടിന് നല്ല സൽപ്പേര അച്ഛന്റെ മരുമകൾ ഉണ്ടാക്കി തന്നെ, കഷ്ടം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സ്നേഹ അവിടെ നിന്നും പോകുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.